വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് നോക്കാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്നുണ്ട്, അപ്പൊ അത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, 250 ml കപ്പില്. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ബസ്മതി റൈസൊക്കെ എപ്പോഴും കഴുകിയെടുത്തതിന് ശേഷം മാത്രം കുതിർത്തിയെടുക്കാം കേട്ടോ. കാരണം നമ്മൾ കുതിർത്തിയെടുത്തതിന് ശേഷം കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിയെടുക്കാം. ഒരു 20 മിനിറ്റ് കുതിർത്തിയെടുത്താൽ മതി. 20 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ കുതിർത്തിയെടുക്കാൻ കുഴപ്പമില്ല. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ച് അധികം വെള്ളം തന്നെ ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മളിത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇതിൽ ചേർത്തിട്ട് നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഒട്ടാതെയൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം തന്നെ വേണം. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ബീൻസ് ആണ് കേട്ടോ. പിന്നെ ക്യാരറ്റും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേഡ് ക്യാപ്സിക്കം ഉപയോഗിക്കാം, യെല്ലോ റെഡ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ക്യാബേജ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ പച്ചക്കറികൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവെന്ന് പറയാനൊന്നുമില്ല. പക്ഷെ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കാറില്ല. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് പച്ചക്കറികൾ കൂടുതലാണ് എടുത്തിരിക്കുന്നത്. കാരണം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർ അതിൻ്റെ കൂടെ പച്ചക്കറികൾ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് പച്ചക്കറികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തന്നെ വരും ഫ്രൈഡ് റൈസ്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അല്ലേ, അപ്പോൾ അത്യാവശ്യം പച്ചക്കറികൾ വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വീതമൊക്കെ എടുത്താൽ മതി ഓരോ പച്ചക്കറികളും. അതുപോലെ ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ ബീൻസ് എടുക്കുമ്പോൾ ഫ്രഞ്ച് ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ബീൻസ് ചേർക്കുക. സാധാരണ ബീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുക്കായിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഫ്രഞ്ച് ബീൻസ് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടും വരും. പെട്ടെന്ന് തന്നെ കുക്കാവുമല്ലോ. ഫ്രഞ്ച് ബീൻസ് എന്ന് പറഞ്ഞാൽ നല്ല ടെൻഡർ തന്നെയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ്. പിന്നെ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു 1/4 കപ്പ് വീതം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും അതുപോലെ തന്നെ ലീവ്സും വേണം. പിന്നെ ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, മുറിച്ചെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ സ്കിപ്പ് ചെയ്യരുത്. സ്പ്രിംഗ് ഓണിയൻ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഫ്രൈഡ് റൈസിന്. ഫ്രൈഡ് റൈസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫ്ലേവർ സ്പ്രിംഗ് ഓണിയൻ്റെ ഒക്കെ തന്നെയാണല്ലോ. പിന്നെ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാട്ടിലൊക്കെ വൈറ്റ് പോർഷൻ ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സവോളയുടെ പകുതി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ സ്പ്രിംഗ് ഓണിയനാണ് കൂടുതൽ നല്ലതായിട്ടുണ്ടാവുക. സ്പ്രിംഗ് ഓണിയനൊക്കെ കൂടുതൽ ചേർക്കും തോറും നമ്മുടെ ഫ്രൈഡ് റൈസ് കൂടുതൽ ഫ്ലേവർഫുള്ളായിട്ട് തന്നെ വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ അതിന് മുമ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, അരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോണ വരെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഫ്രൈഡ് റൈസിനാകുമ്പോൾ റൈസ് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഒരു 90% റൈസ് കുക്കായാൽ മതി. ഇപ്പോൾ ബാക്കി നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ സമയത്ത് കുക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കുക്കായിട്ടുണ്ടോയെന്ന്. കറക്റ്റ് ഇതുപോലെ ഒരെണ്ണം എടുത്ത് നോക്കിയാൽ മതി. തീരെ വേവാതിരിക്കരുത് കേട്ടോ റൈസ്. ഇതിപ്പോൾ കറക്റ്റ് കുക്കായിട്ടില്ല, കണ്ടില്ലേ, ആയിട്ടില്ല. ഒന്നും കൂടി കുക്കായിട്ട് വരട്ടെ. പിന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെ കുക്കായിട്ട് തന്നെ വന്നോളൂല്ലോ. ഒരുപാട് ഇളക്കി കൊടുത്താലും ഇത് ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇത് ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തന്നെ കളയാം.
ഇപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് തന്നെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഓവറായിട്ട് ഇനി ഇത് ഇരുന്ന് കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പരത്തിയിട്ട് കൊടുക്കണത്. ഫാനിൻ്റെ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കൂളായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ഇതിലേക്ക് പച്ചവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ പക്ഷെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാറില്ല. പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും കുക്കിംഗ് അപ്പോൾ സ്റ്റോപ്പ് ആവുമല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അതുപോലെ ഈ റൈസ് നന്നായിട്ട് തണുത്തതിന് ശേഷം, അതായത് ഫാനിൻ്റെ താഴേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരെ ഈ റൈസ് പൊട്ടിപ്പോകുന്നില്ല, തീരെ ഒട്ടൂല. ഒട്ടല് ഇപ്പോഴും ഇല്ല, കണ്ടില്ലേ, തീരെ ഒട്ടണമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിലും ചെയ്യാം, പക്ഷെ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ രാത്രി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ റൈസ് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ചൂടാറിയതിന് ശേഷം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണമെന്നില്ല, അല്ലാതെ തന്നെയാണ് തയ്യാറാക്കണത്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, റൈസ് തീരെ ഒട്ടണമെന്നില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്തെടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചൈനീസ് വാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. ഞാനിപ്പോൾ സാധാരണ കടായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ നല്ലെണ്ണയാണ് കൂടുതൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കുക, ചൈനീസ് ഫ്ലേവർ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയുടെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കണം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടിൻ്റെ ഭാഗം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വഴറ്റിയെടുക്കുന്നതൊന്നും പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഫ്രൈഡ് റൈസിന് നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കൊണ്ട് വെന്ത് കുഴയണ രീതിയിലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ടിരിക്കണം എപ്പോഴും. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം മുറിച്ചത്, ഇതിൻ്റെ കൂടെ തന്നെ ക്യാബേജ് മുറിച്ചതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുപോലെ പച്ചക്കറികൾ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വരില്ല. ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ച് റൈസൊക്കെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കൽ ഭയങ്കര ഈസി അല്ലേ. ഒരു 5 മിനിറ്റൊക്കെ തന്നെ മതി. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഈ പച്ചക്കറികളുടെ ഉള്ളിൽ നിന്നൊന്നും വെള്ളവും പുറത്തോട്ട് വരില്ല, തീരെ കുഴഞ്ഞു വരില്ല. പിന്നെ ഫ്രൈഡ് റൈസിൽ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പച്ചക്കറികളൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന രീതിയിൽ മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഡാർക്ക് സോയാ സോസാണ് കേട്ടോ. അതിന് ഇത്രയ്ക്ക് ഒരു അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ഞാനിപ്പോൾ റൈസിൻ്റെ മുകളിലേക്കാണ് സോയാ സോസ് ഒഴിച്ചു കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ കളർ മാറാൻ സാധ്യത കൂടുതലാണ്. അത് കാരണമാണ് ഇതുപോലെ ചെയ്തത്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ റൈസ് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാൻ. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും മിക്സ് ചെയ്യുക. ഇപ്പോൾ ചൈനീസ് വോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ റൈസ് പൊട്ടിപ്പോവില്ല. പിന്നെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു റിയൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും, നല്ലൊരു ഫ്ലേവർ വരും ചെയ്യും. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുരുമുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. റൈസൊന്നും തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ മഞ്ചൂരിയൻ്റെ കൂടിയോ വെജ് മഞ്ചൂരിയൻ്റെ കൂടിയോ അതുപോലെ ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ ഇതിനു മുമ്പ് എഗ് ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.